നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ എന്നെ പരിഗണിച്ചാലും ഞാൻ എൻ്റെ പാർട്ടിയോടൊപ്പം നിൽക്കും. എനിക്കൊരു പരിഭവം, എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഒരു കരിയിലും ഇവിടെ അനങ്ങിയില്ല. ഞാൻ ഒരിക്കലും പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് മറ്റേത് കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും എന്തല്ലേ ഇവിടെ ബഹളം ഉണ്ടാക്കിയതിന്? ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? എനിക്ക് ഏതെങ്കിലും സ്ഥാനം തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെതിരായി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, UDFിനെതിരായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടുണ്ടോ? ഞാൻ നടത്തിയിട്ടില്ല. മുമ്പിലിരുന്ന് നിയമസഭ നയിച്ച ഒരാൾ രണ്ടാമത്തെ ബെഞ്ചിരിക്കുമ്പോഴും ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് രമേശ് ചെന്നിത്തല. അതാണ് എൻ്റെ പ്രകൃതവും എൻ്റെ സ്വഭാവവും. അതാണ് ഞാൻ രണ്ടാമത്തെ ബെഞ്ചിൽ നിന്നും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ സ്ഥാനത്ത് മറ്റുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെല്ലാം പൊല്ലാപ്പായിരുന്നു ഉണ്ടാക്കുന്നത്. സ്ഥാനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ, പറഞ്ഞ ആളിനെ മന്ത്രിയാക്കാത്തതിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാത്ത നേതാക്കന്മാരുണ്ട്. ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തെയും ശിരസ വഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നോട് പലരും പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ട് നഷ്ടമുണ്ടായി. ഞാൻ ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കുന്ന ഒരാളല്ല നിഷാദ്. പാർട്ടി ഏതെങ്കിലും ദൗത്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യും. ഏൽപ്പിച്ചില്ലെങ്കിലും സാധാരണ പാർട്ടി പ്രവർത്തകനെ, ഇപ്പോൾ ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എവിടെ ചെന്നാലും ആൾ കൂടും, അവരുടെ സ്നേഹം കിട്ടും, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. അതല്ലേ വലുത്. അല്ല എന്ന് വെച്ചാൽ ഞാൻ സന്യാസിയൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുക. അതിനാൾ വിചാരിക്കാൻ പിന്നെ കള്ളത്തരം പറയാം. അങ്ങനെയൊന്നുമില്ല. സന്യാസിയൊന്നുമല്ല. രാഷ്ട്രീയത്തിന് നമുക്ക് അംഗീകാരം വേണമെന്നും സ്ഥാനമാനങ്ങൾ വേണമെന്നും പൊസിഷൻസ് വേണം, നമുക്ക് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ കാപട്യം പറയാൻ തരികയും. ആ പൊസിഷൻ എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. അതൊക്കെ വരും പോവും. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതാണ് അവസാന നിമിഷം വരെ ആ ബന്ധം ഞാൻ തുടരും.